വിഷുവിനോടനുബന്ധിച്ച് ഹിന്ദുമതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റർ പ്രചരിപ്പിച്ച സംഭവത്തിൽ അങ്ങാടിപ്പുറത്തെ ഹോട്ടലുടമ ഉൾപ്പെടെ 3 പേരെ മങ്കട പോലീസ് അറസ്റ്റ് ചെയ്തു. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിനാണ് പോലീസ് നടപടി. സംഭവത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹോട്ടലിന് മുൻപിൽ പ്രതിഷേധം നടന്നു. അങ്ങാടിപ്പുറം ഒരിടം പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന യമാമ ഷവായ് എന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ടാണ് വിവാദ പോസ്റ്റർ പ്രചരിച്ചത്. വിഷു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പോസ്റ്റർ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന െന്ന പരാതിയെ തുടർന്നാണ് മങ്കട പോലീസ് കേസെടുത്തത്. ഹോട്ടൽ ഉടമ പൂക്കോട്ടൂർ സ്വദേശി മുസ്തഫ, ഷാഹുൽ ഹമീദ്, ഏറാംതോട് സ്വദേശി മുഹമ്മദ് ഷാമിൽ എന്നിവരാണ് അറസ്റ്റിലായത്. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പക്കൽ നിന്നും 2 മൊബൈൽ ഫോണുകളും ഒരു ടാബും പോലീസ് പിടിച്ചെടുത്തു. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സംഭവം പുറത്തറിഞ്ഞതോടെ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ഹോട്ടലിന് മുൻപിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ചേർത്തലയിലും സമാനമായ രീതിയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന പോസ്റ്റർ പ്രചരിപ്പിച്ച ഹോട്ടലുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇത്തരം പ്രവണതകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം ഇന്നിപ്പോൾ മലപ്പുറം SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചേർത്തല വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കെയറോഫിൽ ഇന്ന് മലപ്പുറത്ത് SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹിഡൻ അജണ്ട ആയിട്ടാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഓൾ കേരള ഹോട്ടൽ അസോസിയേഷനാണ് ഇതിനുള്ളൊരു നടപടി എടുക്കേണ്ടത്. അവരിതിന് തീർച്ചയായിട്ടുള്ളൊരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ വിവിധ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ഹിന്ദു സംഘടനകൾക്ക്. ഇതൊരു ഹിന്ദുവിൻ്റെ മാത്രം പ്രശ്നം അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇത് മൊത്തത്തിലുള്ള ഇവിടുത്തെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ, കേരളത്തിലെ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ വേണ്ട രീതിയിലുള്ള നടപടി ഓൾ കേരള ഹോട്ടൽ അസോസിയേഷൻ ഇതിനുള്ളൊരു തീരുമാനം എടുക്കണം. സോഷ്യൽ മീഡിയ വഴി ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ നിന്ന് തന്നെ 1-2 റിപ്പോർട്ടുകൾ വന്നു. വിഷുക്കണിയിൽ വയ്ക്കുന്ന വിഭവങ്ങൾ ചേർത്ത് അതിൻ്റെ കൂടെ മന്തിയും നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങളും വെച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണനെ ചിത്രീകരിക്കുന്ന ഒരു പരസ്യം ഹോട്ടലിൻ്റെ വിഭവങ്ങളുടെ രുചി വർദ്ധിപ്പിക്കുന്ന തരത്തിലെ ഒരു വ്യാപാര പരസ്യമായിട്ട് ഹോട്ടലിൻ്റെ പരസ്യം പ്രത്യക്ഷപ്പെട്ടു. ഇതങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ അങ്ങാടിപ്പുറത്ത് തന്നെ നമ്മുടെയൊക്കെ ഈ ക്ഷേത്രനഗരി എന്നറിയപ്പെടുന്ന അങ്ങാടിപ്പുറത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഹോട്ടൽ, അത് മന്തി ഹോട്ടലാണ്. ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഷമാമ ഷവായ് എന്ന ഈ ഹോട്ടല് അടുത്ത കാലത്ത് ഉണ്ടായതാണ്. ഇതിൻ്റെ പരസ്യത്തിൽ പോലും ഉണ്ണിക്കണ്ണനെ, വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണനെ ചിത്രീകരിച്ചുകൊണ്ട് മന്തിയുടെ ആഹാര വിഭവമാണ് കാണിക്കുന്നത്. വെണ്ണയോ പഴങ്ങളോ ഒന്നുമല്ല കാണിച്ചിരിക്കുന്നത്. കണി വെച്ച കൃഷ്ണൻ്റെ രൂപം അതിൽ കാണിക്കുന്നത് മന്തി ഒരു പ്ലേറ്റിലിരിക്കുന്നു. അത് ആർത്തിയോടെ നോക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ. ഇത് തീർച്ചയായും ഹിന്ദു വിശ്വാസത്തിൻ്റെ നേരെ ഉള്ള ഒരു അവഹേളനമാണ്, ഒരു വെല്ലുവിളിയാണ്. ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.